ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പം കണ്ണൻ പറയണ്ടേ, അതെ ഞാൻ ഐസുവിൻ്റെ ഉള്ളിലേക്ക് വരുന്നൊന്നുമില്ല, താൻ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ, എനിക്ക് എന്തായാലും കാണണം കണ്ണേട്ടാ, എന്നെ ഈ അവസ്ഥയിൽ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് നടന്ന ആളാണല്ലോ ഇപ്പം വടി പോലെ ഹോസ്പിറ്റലിൽ കിടക്കണത്, അതെനിക്കൊന്ന് കാണണം, കുറച്ച് ബോധമുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും വേണം എന്നൊക്കെ മഹാലക്ഷ്മി പറയാണ്. അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിലത്തേക്ക് പോകുമ്പോഴാണ് അവിടെ നമ്മുടെ ഗർഭിണിയായിട്ടുള്ള കരുണേനെ ഭക്ഷണം കഴിക്കപ്പിക്കാൻ വേണ്ടി അമ്മായിമ്മയുടെ ഭയങ്കര സ്നേഹപ്രകടനം. അത് കാണുമ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി അത് വരുമ്പോഴേക്കും കരുണ വെറുതെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാട്ടോ. അവിടെ ഹോസ്പിറ്റലിൽ പോകണമായിരിക്കുമല്ലോ, ഹോസ്പിറ്റലിൽ പോണതൊക്കെ എനിക്ക് എന്തിനാന്നറിയാം, മാമൻ അങ്ങനെ കിടക്കണത് കാണാൻ വേണ്ടല്ലേ അങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കരുണനെ രണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതേസമയം മേഘനാണെങ്കിൽ അമ്മയടുത്തും അനിയത്തിനടുത്തൊക്കെ സത്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വീണ് കിടക്കണേന്ന് പറഞ്ഞപ്പോൾ അവരും പറയണ്ട, അയ്യോ എനിക്ക് അദ്ദേഹത്തിനൊന്ന് കാണണോടെന്ന് പറയുമ്പോൾ, അമ്മേ അവിടെ എല്ലാവരും ഉണ്ട്, അമ്മയും വരണം, അച്ഛൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റില്ല, പക്ഷേ നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അമ്മേ, അതുകൊണ്ട് അമ്മ വാന്ന് പറയാണ്. അങ്ങനെ അനിയത്തിയും പോരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘൻ്റെ അമ്മയും അനിയത്തിയും ഹോസ്പിറ്റലിൽ വരുന്ന അതേ സമയം തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പം അവിടെ വരുമ്പോഴേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മേഘനാഥനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. അപ്പൊ തന്നെ അമ്മ പറയണു, നിനക്ക് തൃപ്തി ആയാലോടി, നിനക്ക് സമാധാനം ആയാലോടി എന്നൊക്കെ മഹാലക്ഷ്മി അടുത്ത് പറയാണ്. മഹി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യുന്ന നിങ്ങൾ ഈ പറയണത്, നിങ്ങളുടെ ഭർത്താവ് ചെയ്തത് നിങ്ങളുടെ ഭർത്താവ് തന്നെ അനുഭവിച്ചു, അത്രയും വിചാരിച്ചാൽ മതി, എന്തായാലും നീ എന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി ഞാൻ അകത്തേക്ക് കയറ്റി വിടില്ലടി എന്ന് പറയുമ്പോഴേക്കും, അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം, ഞാൻ ഡോക്ടറുടെ ചോദിച്ച് സമ്മതം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും അകത്ത് പോയി കാണും, പിന്നെ എന്നാലും നിങ്ങളുടെ അവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെ, ഈ പ്രായത്തിലും നിങ്ങൾക്ക് വിധവയാവേണ്ടി വരുമോ, അതാണ് എൻ്റെ ഡൗട്ട്. അല്ല, അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും അറിയാണ്ട് കിടക്കുവാണല്ലോ, ദുഷ്ടത്തരങ്ങൾ കാണിച്ചാലേ ഇത് തന്നെ നടക്കും. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവാണ് ഈ കൊലത്തിൽ കിടക്കണത്, നാളെ നിങ്ങളും നിങ്ങളുടെ ഈ മേഘനാഥൻ എന്ന് പറഞ്ഞ വൃത്തികെട്ട മകനും ഇതുപോലെ കിടക്കേണ്ട അവസ്ഥ വരും, അതുകൊണ്ട് നിങ്ങൾ ഇത് ഹോസ്പിറ്റലാണ്, ശബ്ദം ഉണ്ടാക്കാതെ മിണ്ടാതെ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയാണ്. അവിടെ ഉണ്ണി ഉണ്ട് കേട്ടോ. ഉണ്ണീനെ മഹിയും കണ്ണനും ഒന്ന് നോക്കിയൊക്കെ പേടിപ്പിക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ ഇവരെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര കുറ്റബോധവും, അത് പിടിക്കപ്പെടുമോ, ഇവർക്കെല്ലാം മനസ്സിലായോ എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടങ്ങാനിട്ട് മഹീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. മഹി ഉണ്ണിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട്, കണ്ടേട്ടാ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാണ്. അവിടെ നമ്മുടെ മാമനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കാണ്, പക്ഷെ ചെറുതായിട്ടൊക്കെ ബോധം വരുന്നുണ്ട് കേട്ടോ. അതായത് കണ്ണൊക്കെ പതുക്കെ തുറന്നു നോക്കുന്നുണ്ടെങ്കിൽ സംസാരശേഷിയില്ല പുള്ളിക്കാരനെ. മഹാലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ പ്രേതത്തിനെ കണ്ട പോലെ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് നോക്കുകയാണ്. മഹാലക്ഷ്മി പൊട്ടിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന ഒരു രോഗിനെ കാണാൻ വരുമ്പോൾ ചിരിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അവസ്ഥ കാണുമ്പോഴേ എനിക്ക് ചിരിയാ വരുന്നത്. താൻ കുഴിച്ച കുഴി താൻ തന്നെ എന്നൊരു പഴഞ്ചൊല്ലി കേട്ടില്ലേ, അതേ അവസ്ഥ തന്നെയാ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മിയെ ചിരിക്കാട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ദേഷ്യവും വരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ജയിച്ചിട്ട് അവിടെ നിന്ന് പോകുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.